ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായി അധികാരമേറ്റത് മുതൽ ഇന്ത്യയുമായി പല അസ്വാരസ്യങ്ങളും അമേരിക്കൻ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. അത് പല വിഷയങ്ങളിൽ വേരൂന്നിയതാണ്. വ്യാപാര കരാർ, ആഗോള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നരേന്ദ്രമോദിയുമായി വളരെ നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ മോദിയുമായി ഇടയുകയാണ്. ഇന്ത്യ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുമായുള്ള ദീർഘകാല സൗഹൃദത്തെ ബലി കൊടുക്കുമോ എന്നുള്ളതാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്നാൽ ഈ രണ്ടാം തവണ അധികാരമേറ്റപ്പോൾ ട്രംപിന് ഇന്ത്യയോട് ഇത്രയ്ക്ക് മാത്രം കലിപ്പുണ്ടാവാൻ കാരണമെന്ന് രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങളെന്ന നിലയ്ക്ക് സ്വാഭാവികമായി പല വിഷയങ്ങളിലും സഹകരിക്കേണ്ടത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും കർത്തവ്യമാണ്, കടമയാണ്. എന്നാൽ ഇവിടെ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ എന്തായാലും ലോകത്തിനത്ര നല്ലതല്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഇന്ത്യയുമായി ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം? ഇന്ത്യയോട് കലിപ്പുണ്ടാകാൻ കാരണം എന്താണ്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. വ്യാപാര നൈരാശ്യം, ഭൗമരാഷ്ട്രീയമായ ചില നിലപാടുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ആവലാതികൾ. ഇവയിലെല്ലാം വേരൂന്നിയ വിമർശനങ്ങൾ കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യക്കെതിരായ തുടർച്ചയാലുള്ള വാക്കാലുള്ള ആക്രമണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിലും വളരെയധികം അസ്വസ്ഥതകളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത്. വ്യാപാര നിബന്ധനകളിൽ വഴങ്ങാൻ ഇന്ത്യ സമ്മതിക്കാത്തതു മുതൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ സമാധാനത്തിന് മധ്യസ്ഥത വഹിച്ചു വന്ന ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഇന്ത്യ നിരസിച്ചതുവരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സംഘർഷം പുറത്തു വരികയാണ്. ആ 3 കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 1. കാർഷിക മേഖലയിലുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട്. വ്യാപാര ചർച്ചകളിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുന്നതാണ് ട്രംപിൻ്റെ രോഷത്തിന് കാരണം. തൻ്റെ നിബന്ധനകൾക്ക് അനുസൃതമായി ഒരു വ്യാപാര കരാറിന് ഇന്ത്യ തയ്യാറാകാത്തതിൽ, പ്രത്യേകിച്ച് കൃഷിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സംരക്ഷണവാദ നിലപാടിൽ ട്രംപ് പലതവണ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കാർഷിക മേഖല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മൂലക്കല്ലാണ്. 2022-23 രാജ്യത്തിൻ്റെ മൊത്ത മൂല്യവർദ്ധനവിന് 18.4% കാർഷിക മേഖല സംഭാവന ചെയ്തത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൃഷി വെറുമൊരു ജോലിയല്ല, അതൊരു ജീവനാഡിയാണ്. ഭൂരിഭാഗം തൊഴിലാളികളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധ നഗരപ്രദേശങ്ങളിലും വിളവരുമാനം ഒരു ഉപജീവന മാർഗമായും സാമ്പത്തികമായ ഒരു സംരക്ഷണമായും പ്രവർത്തിക്കുന്നു. ഇത് കാർഷിക മേഖലയെ രാഷ്ട്രീയമായി സെൻസിറ്റീവായ ഒരു വിഷയമാക്കി മാറ്റുന്നു. ഇവിടെ വിട്ടുവീഴ്ചകൾക്ക് ഇടമില്ല. ഈ മേഖലയെ സംരക്ഷിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകളിൽ നിരന്തരം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാട് അമേരിക്കൻ കാർഷിക ഇറക്കുമതികൾക്കായി ഇന്ത്യയുടെ വിപണികൾ തുറന്നു കൊടുക്കുന്നതിനുള്ള US ശ്രമങ്ങളെ നിരാശപ്പെടുത്തി. ഇനി രണ്ടാമത്തെ വിഷയം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. ഇന്ത്യ നിരസിക്കുന്ന അവകാശവാദം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടയുന്നതിൽ ട്രംപ് ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന ട്രംപിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വാദങ്ങളെ ഇന്ത്യ പൂർണ്ണമായും നിരാകരിച്ചു എന്നതാണ് അദ്ദേഹത്തിന് വേദനയുണ്ടാക്കിയ ഒരു കാര്യം. നരേന്ദ്രമോദിയെ ഉറ്റ സുഹൃത്തായൊക്കെ കണ്ടിട്ട് അവസാനം നരേന്ദ്രമോദി തന്നെ തള്ളിപ്പറഞ്ഞത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് സങ്കടമുണ്ടാക്കി കാണണം. അദ്ദേഹം ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുന്നു. താനാണ് അവിടെ സംഘർഷം ശമിപ്പിച്ചതെന്ന് ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ചു പറയുന്നു. നോബൽ സമ്മാനം തനിക്ക് വേണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരാരും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് തൻ്റെ സുഹൃത്തായി കരുതിയ നരേന്ദ്രമോദി. മെയ് 10 മുതൽ അണുവായുധങ്ങളുള്ള 2 രാജ്യങ്ങൾക്കിടയിൽ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ അമേരിക്ക മധ്യസ്ഥത വഹിച്ചതായി ട്രംപും സംഘവും ഏകദേശം 30 തവണ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവകാശവാദങ്ങളെ ശക്തമായി നിഷേധിച്ചു. മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ആരംഭിച്ച സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പാർലമെൻ്ററി ചർച്ചയിൽ മോദി പറഞ്ഞു, ഒരു ലോക നേതാവും ഞങ്ങളോട് ഓപ്പറേഷൻ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല.
ട്രംപിന്റെ പേര് നേരിട്ട് പരാമർശിക്കുന്നത് ഒഴിവാക്കിയെങ്കിലും സന്ദേശം വ്യക്തമായിരുന്നു. സംഘർഷത്തിൽ വിദേശ മധ്യസ്ഥത ഇന്ത്യ നിഷേധിക്കുന്നു. എന്നാൽ മറുവശത്ത് പാകിസ്ഥാൻ വാഷിംഗ്ടണിന്റെ പങ്കാളിത്തം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വാദങ്ങളിൽ ഒരു വ്യത്യാസം സൃഷ്ടിച്ചു. ഇവിടുത്തെ സത്യം, അമേരിക്ക പാകിസ്ഥാനോട് ഇടപെട്ട് കാണും. പാകിസ്ഥാന് പലരുടെയും മുന്നിൽ നട്ടെല്ല് വളച്ച് ശീലമുള്ളൊരു രാജ്യമാണ്. എവിടെയും ചെന്ന് ചെരുപ്പ് നക്കാനും കാല് നക്കാനും മടിയില്ലാത്ത നേതാക്കളാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തോൽവിയുടെ ഘട്ടത്തിൽ നിന്ന പാകിസ്ഥാനോട് അമേരിക്ക നിർദ്ദേശിച്ചു, നിങ്ങൾ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പോകൂ. അങ്ങനെ പാകിസ്ഥാൻ ഓടി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വന്നു. സ്വാഭാവികമായും ഇന്ത്യയുടെ ആവശ്യം, അത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആവശ്യം സാധിച്ചു കഴിഞ്ഞു. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കാശ്മീരിലെ ഭീകര ക്യാമ്പുകളെ ആക്രമിച്ചു നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യ ഉദ്ദേശിച്ചത്. പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഇന്ത്യയുടെ അജണ്ടയിലൊന്നും തന്നെ ഇല്ല. എന്നാൽ തങ്ങളുടെ ഭൂമിയിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച്, ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തി. ഇന്ത്യ തിരിച്ചടിച്ചു. ഇങ്ങോട്ട് വന്നതിന് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. അങ്ങനെ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾ പലതും തകർന്നു, ചില വിലപിടിപ്പുള്ള വിമാനങ്ങൾ നശിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു യുദ്ധം മുന്നോട്ട് പോയാൽ, ഇപ്പോൾ തന്നെ ഒളിഞ്ഞ് നശിച്ചു പോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ കടം മേടിച്ചും ലോണുകളെടുത്തുമൊക്കെ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ ഒരു വെടിനിർത്തലിന് മുന്നോട്ട് വന്നു. അത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തന്നെയായിരിക്കാം. ആരോട്? അവരോടുള്ള അമേരിക്കൻ ഇടപെടൽ. സ്വാഭാവികമായും ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ആ സംഘർഷം അവസാനിപ്പിച്ചു വെച്ച ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് വന്നപ്പോൾ സ്വാഭാവികമായും ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥ സത്യം. എന്നാൽ അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോൾ പാകിസ്ഥാനോട് ഉപദേശിച്ച അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങളാണ് ഇടപെട്ടതെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയോട് ഒരു ലോക നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല ഈ യുദ്ധം നിർത്തിവെക്കണം, ഈ ആക്രമണം, ഈ ഓപ്പറേഷൻ നിർത്തിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇന്ത്യ ഇത് നിഷേധിച്ചത് ട്രംപിന് വലിയൊരു തിരിച്ചടിയായി. കാരണം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കണമെന്ന ട്രംപിൻ്റെ നിർബന്ധം വിദേശ നയത്തിൽ വിജയിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നായിരിക്കാം. പ്രസിഡന്റായി ചുമതലയേറ്റതിൻ്റെ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഒരു ബെഡായി കാച്ചി, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും. ആ വാഗ്ദാനം പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ദക്ഷിണേഷ്യയിൽ ഒരു നയതന്ത്ര വിജയം അവകാശപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സാധൂകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചത് ട്രംപിൻ്റെ നിരാശയ്ക്ക് ആക്കം കൂട്ടി. ഇതാണ് ഇന്ത്യയോട് കലിപ്പുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ ഒരു കാരണമുണ്ട്. അതൊരു കുശുമ്പാണ്. മറ്റൊന്നുമല്ല, തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്. അതിനുവേണ്ടി അയാൾ പല സർക്കസുകളും കാണിക്കുന്നുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ട്രംപ് വഹിച്ച പങ്കിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അർഹിക്കുന്നുവെന്ന വൈറ്റ് ഹൗസിന്റെ അഭിപ്രായത്തോട് ഇന്ത്യ അകലം പാലിച്ചു. നാണമില്ലാത്ത പാകിസ്ഥാൻ ചെന്ന് ട്രംപിനെ സുഖിപ്പിച്ചു. പക്ഷേ ഇന്ത്യ അകലം പാലിച്ചു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ട്രംപിന്റെ നയതന്ത്ര നേട്ടങ്ങളെയൊക്കെ പ്രശംസിച്ചു. കാരണം അയാൾ ഒരു പൊങ്ങനാണ്. അയാളെ പുകഴ്ത്തുക എന്നുള്ളത് അയാളുടെ ചുറ്റുപറ്റി നിൽക്കുന്നവർക്ക് ജീവിച്ചു പോകാൻ ആവശ്യമാണ്. അത് മാത്രമല്ല, അവരുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കാനേ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു. പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞത്, വൈറ്റ് ഹൗസിൻ്റെ പ്രസ്താവനകളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ട, നിങ്ങളുടെ ചോദ്യം അവരിലേക്ക് തന്നെ പോവുക എന്ന് ജയ്സ്വാൾ പറഞ്ഞു. അങ്ങനെ അന്വേഷണങ്ങൾ വാഷിംഗ്ടണിലേക്ക് തിരിച്ചുവിട്ടു. ഇന്ത്യക്കെതിരായ ട്രംപിൻ്റെ ഈ ആക്രോശങ്ങളെല്ലാം തന്നെ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാർഷിക മേഖലയും ഊർജ്ജ സംരക്ഷണത്തെയും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുറന്ന വിപണികൾക്കും ഭൂരാഷ്ട്ര വിന്യാസത്തിനുമുള്ള US ആവശ്യങ്ങൾക്ക് തികച്ചും എതിരാണ്.